നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പരിക്കങ്ങ് വിളയാടുകയാണ്, പൂണ്ട് വിളയാടുകയാണ്. കിലിയൻ എംബാപ്പയ്ക്ക് പരിക്കിപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു. ക്ലബ്ബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം MRI സ്കാനിന് വിധേയമാകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ക്ലബിൻ്റെ ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ട് നോക്കാം. അതിൽ പറയുന്നത് കിലിയൻ എംബാപ്പെ, നമ്മുടെ ഫസ്റ്റ് ടീം പ്ലെയർ കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്നാണ്. സെമി ടെൻഡോണിയസ് മസിലിന് ഇഞ്ചുറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കാലിൽ. ഹിസ് റിക്കവറി വിൽ ബി മോണിറ്റേർഡ് എന്നാണ് ഒഫീഷ്യലി ഇപ്പോൾ റയൽ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ന് അദ്ദേഹം തിരികെ വരും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നില്ല. അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുന്നുണ്ട്. അത് സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നത്, ക്ലബ് ഹോപ്സ് ടു ഹാവ് എംബാപ്പെ ബാക്ക് ഫോർ എൽ ക്ലാസിക്കോ, ഹി വിൽ മിസ് എസ്പാനിയോൾ മാച്ച് എന്നാണ്. അതായത് അടുത്ത എസ്പാനിയോളിനെതിരെയുള്ള മത്സരം എംബാപ്പയ്ക്ക് നഷ്ടമാകും. അത് ഇപ്പോൾ മെയ് 4-നാണ് ആ കളി. എന്ന് പറഞ്ഞാൽ മെയ് 3-നാണ്, ഞായറാഴ്ചയാണ് കളി. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം മെയ് 4-ന് പുലർച്ചെ 12:30 ആ കളി. ആ കളി എംബാപ്പയ്ക്ക് നഷ്ടമാകും. അത് കഴിഞ്ഞ് എൽ ക്ലാസിക്കോ മെയ് 11-ന് പുലർച്ചെ 12:30-നാണ് ബാഴ്സലോണയുടെ മൈതാനത്ത് ബാഴ്സയും റയലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ആ കളിക്ക് എംബാപ്പെ അവൈലബിൾ ആകും എന്നാണ് റയൽ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നത് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേൾഡ് കപ്പിന് എംബാപ്പെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഹി വിൽ ബി ഓക്കെ. അതേസമയം ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് താരം ഒരു പക്ഷേ ഈ സീസണിലെ ബാക്കി മത്സരങ്ങൾ കളിച്ചേക്കില്ല, വേൾഡ് കപ്പ് മാത്രമേ ഇനി കളിക്കൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. തിബോട്ട് കോർട്ടുവ നല്ല രൂപത്തിൽ അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. എൽ ക്ലാസിക്കോ മത്സരത്തിന് അദ്ദേഹവും തിരികെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റയൽ മാഡ്രിഡിന് ഒരു ആശ്വാസ വാർത്തയുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.